ഇതുമായി ചേർത്ത് പറയാനുള്ളത്, ആദ്യം ഇന്നത്തെ ഈ സെഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നാളത്തേക്കായിരുന്നു ഇത് ശനിയാഴ്ചയെന്ന് ആലോചിച്ചത്. അപ്പൊ നാളെ ജോണിക്ക് വലിയ തിരക്കുള്ള ഒരു ദിവസമാണ്, അതുകൊണ്ട് നാളെ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ തിരക്കെന്നറിയോ? നെടുങ്കുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ച, അതിൽ പങ്കെടുക്കണം. അല്ല, ഈ പുഴുക്ക് നേർച്ചയുടെ സംഭവം നെടുങ്കുന്നം പള്ളി വർഷങ്ങളായിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്ന പോലെ എല്ലും കപ്പയും വേവിക്കുന്ന പോലെ ഒന്നും അല്ല. കാച്ചിലെ ചേമ്പ്, ചേന കിട്ടുന്നെല്ലാം കൂടെ അങ്ങ് വെട്ടി അരിഞ്ഞിടും. കുറച്ച് കാടക്കിടാവും കുറച്ച് പോത്തുകിടാവും ഒക്കെ ഉണ്ട്, അതിനെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് കൊട്ടകളിലാക്കി, അതായത് 1,00,000 പേരോളം ഉണ്ടാവും അത് കഴിക്കാൻ. ഇത് കൊട്ടയിലാക്കിയിട്ട് കൈ കൊണ്ടാണ് വിളമ്പുന്നത്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം, ആർക്ക് വിളമ്പാലും ഒരു ഇറച്ചി കഷ്ണം കിട്ടും. ആർക്ക് അത്ഭുതം തോന്നുന്നു, ഇത് എങ്ങനെയാണോ ഇവന് ഇറച്ചി കഷ്ണം തപ്പിയെടുക്കുന്നതാണോ ഏതാ. അപ്പം ചില ഭാഗ്യവന്മാർക്ക് 2 കഷ്ണവും കിട്ടും. എനിക്ക് 1 കഷ്ണമൊക്കെ കിട്ടിയിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ പണ്ട് ഞാൻ ഈ നെടുങ്കുന്നം സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചു കൊടുക്കുന്നത്, അന്ന് മുതലേ ഇത് മുടങ്ങാതെ പോകുന്നുണ്ട്. ഇപ്പം പണ്ട് എൻ്റെ അമ്മ പോകുമ്പോൾ നമുക്ക് വളരെ പൊക്കക്കുറവാണ്. അമ്മ ചെന്തെന്ന് വെച്ചാൽ ഈ സക്കഹൂസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി ഹൈറ്റ് ഉള്ളിടത്ത് എവിടെയെങ്കിലും കയറുന്നെങ്കിൽ വിളമ്പുകാരൻ വരുമ്പോൾ അമ്മയ്ക്കുള്ള മാത്രമല്ല മേടിക്കുന്നത്, കുറച്ചുകൂടെ മേടിക്കും. കാരണം പെങ്ങന്മാർക്ക് ഇച്ചിരി കൊണ്ട് കഴിയും, നേർച്ചയടി കഴിച്ചോടി എനിക്ക് കൊണ്ട് തരാം, എടാ നേർച്ച കഴിച്ചോ. അപ്പം അങ്ങനത്തെ ഒരു സംസ്കാരമുണ്ട് അവിടെ. നിങ്ങൾ നെടുങ്കുന്നം ഇവിടെ പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? നാളെയാണ് 5:30 വന്നാൽ പുഴുക്ക് കഴിക്കാം. നെടുങ്കുന്നം പള്ളി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച്. ആരോ വരും എന്ന് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ